പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാധമുദ്രം രാധാസഹായമതിസുന്ദരമന്ദാസം പാതാലയേശവനിശം കൃതിഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നലെ വർണ്ണിച്ചതായിട്ടുള്ള ഭാഗം ഭരദ്വാജൻ്റെ ശകുന്തള, ദുഷ്യന്തൻ മുതലായിട്ടുള്ള ഭരദ്വാജൻ ഉണ്ടായി ആ കഥകളൊക്കെയാണ്. ഇനി അതിനുശേഷം ദിവോദാസ വംശം, വൃക്ഷവംശം എന്നീ രണ്ട് വംശങ്ങളെ വർണ്ണിച്ചതിൽ കൂടി മഹാഭാരതത്തിലത്തെ കഥാപാത്രങ്ങളെ ചുരുക്കി ഒന്നങ്ങനെ വിസ്തരിക്കുകയാണ്. വളരെ ചുരുക്കിയിട്ടേ ഉള്ളൂ, വിസ്തരിക്കണില്ല. പേര് മാത്രം പറയണു. മഹാഭാരതം എന്ന് പറഞ്ഞാൽ 1,25,000 ശ്ലോകമാണ്. അതുണ്ടോ ഈ ഭാഗവത്തിൻ്റെ ഇടയിലുള്ള ഓട്ടപ്രദക്ഷിണത്തിൽ പറ്റണു? ഇപ്പം ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്യുക, ഒന്നങ്ങനെ ചൂണ്ട അപ്പുറത്തേക്ക് കിടക്കുക, അതാണ് ചെയ്യണത്. നവം 22-ാമത്തെ അധ്യായത്തിൽ ദിവോദാസനുണ്ടായി, അതിനുശേഷമാണ് ഋക്ഷവംശം ഉണ്ടായത്. അതിലാണ് പൃഷതൻ എന്ന രാജാവ്. അവിടുന്നാണ് ഈ മഹാഭാരതത്തിലത്തെ ആരംഭം ഉണ്ടാവുക. പൃഷതൻ്റെ 2 മക്കളാണ് ദൃഷ്ടദ്യുമ്നനും ദ്രൗപദി. ആണായിട്ട് ദൃഷ്ടദ്യുമ്നൻ, പുത്രൻ ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി. ഇത് പിന്നീട് പറയപ്പെട്ടത് 5 ആയതുകൊണ്ടാണ് പാഞ്ചാലി എന്ന് വന്നത്. ദ്രൗപദിയാണ് പേര്. ദ്രുപദൻ്റെ പുത്രൻ ദ്രൗപദി, ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും. ഒരാണും ഒരു പെണ്ണും 2 മക്കൾ. അതിൽ ദൃഷ്ടദ്യുമ്നൻ്റെ 3 മക്കളാണ് പ്രദീപൻ ഓൺലി, പ്രദീപൻ മാത്രമായിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ പുത്രൻ പ്രദീപൻ. ആ പ്രദീപനാണ് 3 മക്കൾ. ദൃഷ്ടദ്യുമ്നൻ്റെ പുത്രൻ പ്രദീപൻ്റെ 3 മക്കൾ ദേവാഭി, ശന്തനു, ബാഹ്ലികൻ. 3 ആൾക്കാരാണ്. ദേവാഭി, ശന്തനു, ബാഹ്ലികൻ. ഇത് നമ്മളെ ശന്തനു മഹാരാജാവിൻ്റെ കഥയിലേക്ക് മാത്രമാണ് പറഞ്ഞു പോണത്. കാരണം ദേവാഭി ഒക്കെ വേണ്ടാന്ന് വെച്ച് കാട്ടിലേക്ക് പോയി. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ഇന്നലെയും പറഞ്ഞല്ലോ, അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയ ഒരു രാജാവിൻ്റെ കഥ. വലിയ പാപം ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട് ദേയാദിയുടെ മൂത്തപുത്രനായിട്ടുള്ള യതി പോയി എന്ന് പറഞ്ഞു ഇന്നലെ. അതേപോലെ തന്നെ ദേവാഭി മൂത്തപുത്രൻ വനവാസത്തിന് പോയി. വാനപ്രസ്ഥമായിട്ട് രാജ്യവും വേണ്ട, ഭരണവും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ബാഹ്ലികൻ മോക്ഷത്തെ പ്രാപിച്ചു. ഈശ്വരാരാധന ചെയ്ത് മോക്ഷമാർഗത്തെ അവലംബിച്ചു. അപ്പോൾ ദേവാഭി കഴിഞ്ഞാൽ പിന്നത്തെ ആളാണ് ആരെ? ശന്തനു. 2ാമത്തെ ആൾ രാജ്യാധികാരം ഏറ്റു. അങ്ങനെയാണ് ശന്തനു രാജാവായത്. ഈ ശന്തനുവിനൊരു അനുഗ്രഹം ഉള്ളത് എന്താ വെച്ചാൽ, ഏതൊരാൾ ശന്തനുവിൻ്റെ അടുത്തേക്ക് പോകണോ ആ ശന്തനു ഒന്ന് കൈകൊണ്ട് സ്പർശിച്ചാൽ അവരടക്കം ജരാനരയോ വാർദ്ധക്യോ ഇല്ലാതാവും, രോഗമൊന്നും ഉണ്ടാവില്ല. ശന്തനു ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു അല്ലേ. അയാൾക്കും ജരാനരി ഉണ്ടാവില്ല, അയാൾ സ്പർശിക്കുന്നവർക്കും ജരാനരി. ഡോക്ടർമാർക്ക് പണി ഉണ്ടാവില്ല. ശന്തനു പണി ഉണ്ടായാൽ ഒക്കെ ഓരോരോ കഥയിൽ അങ്ങനെ പറയുകയാണ്. ജരിയില്ല, നരയില്ല, ഒന്നും ഉണ്ടാവില്ല. അദ്ദേഹം സ്പർശിക്കുന്നവർക്കും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ശം തനു. ശം എന്ന് പറഞ്ഞാൽ ശാന്തി, സുഖം എന്നൊക്കെയാണ് അർത്ഥം. തനു ശരീരം. ഇപ്പം ശരീരത്തിന് സുഖം ഉണ്ടാക്കണവൻ, ആക്കിൻ്റെ അർത്ഥം അതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ ആർക്കും പിന്നെ ജരിയില്ല, നരിയില്ല, വാർദ്ധക്യമില്ല. ശന്തനു. ആ ശന്തനു മഹാരാജാവിൻ്റെ പത്നിയാണ് ഗംഗ. ഗംഗയുടെ കഥയൊക്കെ നമുക്കറിയാം. ഒരു അഹിതവും പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഗംഗയെ വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ പണ്ട് ശാപത്താൽ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള മക്കളൊക്കെ ഈ ഗംഗയ്ക്കും ചന്ദനുവിനും മക്കളായിട്ടുണ്ടാവുകയാണ്. അവരെയൊക്കെ പിന്നീട് ദേവസ്ഥാനത്തേക്ക് തന്നെ വിടാനായിക്കൊണ്ടുള്ള കഥയാണത്. അതിന് ചില കാരണങ്ങളുണ്ടാവണം. അതാണ് എല്ലാറ്റിനും പൂർവ്വകാരണം ഉണ്ടാവും എന്ന് പറയണത്. ഈ ഗംഗ ഓരോ കുട്ടി ഗംഗ നദിയിലേക്ക് ഇങ്ങനെ എറിയുകയാണ്. 1, 2, 3, 4 എന്നും പറഞ്ഞിട്ടൊക്കെ നോക്കി നിൽക്കുക. ഒക്കെ എറിഞ്ഞു. ഈ ശന്തനുവിന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം എതിര് പറഞ്ഞാൽ ഗംഗ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞിരിക്കണു. അവരൊക്കെ വസുക്കളായിട്ട് അങ്ങോട്ട് എത്തേണ്ടതുണ്ടാവുകൊണ്ടാണ് ഗംഗ അങ്ങനെ ചെയ്യാൻ തോന്നിച്ചത് ഈശ്വരൻ. അവസാനത്തെ കുട്ടിയെങ്കിലും വളർത്തണം എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് ഈ ഗംഗ ദേഷ്യപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞതിന് എതിര് പറഞ്ഞാൽ പിന്നെ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഗംഗ പിരിഞ്ഞു പോയി. അന്ന് മുതൽക്ക് ഈ ശന്തനു ഭാര്യാവിരഹനായി, ഭാര്യ ഇല്ലാത്ത ആളായിപ്പോയി.
അവസാനം കൊടുത്ത കുട്ടിയാണ് ഗംഗാദത്തൻ അല്ലെങ്കിൽ ഭീഷ്മർ എന്ന് നമുക്കൊക്കെ അറിയുന്ന കഥയാണ്. ഗംഗയാൽ കൊടുക്കപ്പെട്ടതുകൊണ്ട് ഗംഗാദത്തൻ എന്ന പേരും ഭീഷ്മർക്ക് ഉണ്ട്. ഈ ശന്തനു മഹാരാജാവിൻ്റെ മക്കളായിരിക്കുന്ന ചിത്രാംഗതനും വിചിത്രവീര്യനും രണ്ടാൾക്കാർ. ഈ ചിത്രാംഗതൻ കാട്ടിൽ വെച്ചിട്ട് വധിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ഈ വിചിത്രവീര്യനും മരിച്ചു ചെറുപ്പത്തിൽ. അങ്ങനെ അവരുടെ പത്നിമാരായിരിക്കുന്ന അംബയും അംബാലികയും വിധവകളായി. ഭീഷ്മരാണച്ചാൽ വിവാഹവും കഴിക്കില്ല. അതിൻ്റെ കാരണവും നമുക്കൊക്കെ അറിയുന്ന കാരണം തന്നെയാണ്. ഭാര്യയില്ലാത്തതായിരിക്കുന്ന ശന്തനു കാട്ടിലേക്ക് പോയ സമയത്ത് സത്യവതിയെ കണ്ടു. സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. കൊട്ടാരത്തിൽ വന്നിട്ട് ചിന്താകുലനായി. എന്താണ് അച്ഛൻ്റെ ദുഃഖം എന്ന് ഭീഷ്മർ അന്വേഷിച്ചു. നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ദാ അങ്ങനൊരു കാര്യമാണ്. ആവൂ, അതിനെന്താ അത്ര പ്രയാസം, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കൂട്ടാക്കിയിട്ടാൽ ബലം പ്രയോഗിക്കണം എന്ന് ഉദ്ദേശിച്ച് ഭീഷ്മർ വന്ന് കണ്ടു. അപ്പോൾ മുക്കുവൻ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. ഇതിൽ ജനിക്കുന്നതായിട്ടുള്ള കുട്ടിക്ക് അധികാരം ഉണ്ടാവണം. ഭീഷ്മർക്കാണല്ലോ അധികാരം കിട്ടുക. അതുകൊണ്ട് താൻ അങ്ങ് അധികാരം ഏൽക്കരുത്. ഉടനെ സംശയമൊന്നും ഉണ്ടായില്ല. ഭീഷ്മപ്രതിജ്ഞ ചെയ്തു, ഒരു കാരണത്താലും ഞാൻ അണ്ടൊക്കെ പ്രതിജ്ഞാ സത്യം എന്നുള്ളതിന് വിലയുണ്ടാക്കി ചെയ്താൽ അത് ചെയ്യും, അനുസരിക്കും, ഉറപ്പാ. ഞാൻ അധികാരത്തിൽ വരില്ല. ഇതാ സർവ്വദേവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു. സമാധാനമായി. ഇനി ഭീഷ്മർ ഏൽക്കില്ല, അത് ഉറപ്പായില്ലോ. പകരം അങ്ങേക്ക് എവിടെയെങ്കിലും ആരിലെങ്കിലും ഉണ്ടായിട്ടുള്ള കുട്ടി അധികാരമായിട്ട് അങ്ങയുടെ പുത്രനാണെന്ന് പറഞ്ഞു വന്നാലോ? ഭീഷ്മർക്കുള്ള അധികാരം ആ കുട്ടിക്ക് ഉണ്ടാവില്ലേ? ഇപ്പം പറഞ്ഞു, ഞാൻ കഠിനമായ ബ്രഹ്മചര്യം അനുഷ്ഠിക്കും, ഒരു കാരണവശാലും അത് തെറ്റിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഉണ്ണി ഉണ്ടാവുക? സത്യം ചെയ്താൽ പണ്ട് അങ്ങനെയാണ്, അത് പാലിക്കണം, അല്ലെങ്കിൽ സത്യം ചെയ്യരുത് എന്നാണ്. ശരി, അതുമായി. അങ്ങനെ 3 പ്രതിജ്ഞയിൽ ഒന്നാണ് വിവാഹവും കഴിക്കില്ല. വിവാഹം കഴിക്കില്ല എന്നൊന്ന്. എവിടെയും പുത്രന്മാരുണ്ടാവില്ല ബ്രഹ്മചര്യം കൊണ്ട്. അതുപോലെ തന്നെ സത്യമായിട്ട് ഈ പ്രതിജ്ഞ ഭീഷ്മപ്രതിജ്ഞ എന്ന് ഇതിനെയൊക്കെ പറയും. രാജ്യാധികാരം ഏൽക്കുകയും ഇല്ല. ഈ 3 പ്രതിജ്ഞയാണ് ചെയ്തത്. രാജ്യാധികാരം ഇല്ല, ബ്രഹ്മചര്യം ഉണ്ടാവും, വേറെ ഒരു സ്ത്രീ വിവാഹവും കഴിക്കില്ല, രാജ്യാധികാരം ഏൽക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിക്കുന്ന കഥ ഭാരതത്തിൽ പ്രസിദ്ധമാണ്. വളരെ വിസ്തരിച്ചിട്ട് അവിടെയൊക്കെ പറയും. അപ്പോൾ നമ്മളൊന്ന് ഓടിച്ചു പോകണേ ഉള്ളൂ. വിവാഹമൊക്കെ കഴിഞ്ഞു. അങ്ങനെ സത്യവതിയിലാണ് വ്യാസൻ ഇതിന് മുന്നേ ഉണ്ടായിരിക്കണം. ഈ വിവാഹത്തിന് മുമ്പാണ് കേട്ടോ സത്യവതിയുടെ പുത്രനായിട്ട് വ്യാസൻ ഉണ്ടാവണത്. അത് പരാശര മഹർഷിക്ക് സത്യവതിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് സത്യവതിയെ ആ തോണിയിൽ വെച്ച് ഗർഭിണിയാവുന്നു. അങ്ങനെ ഉണ്ടാവുന്നതാണ് വേദവ്യാസ മഹർഷി. അങ്ങനെയാണ് സത്യവതി അവിടെ സ്ഥിതി ചെയ്യണത്. ശരിക്കൊരു പൂർണ്ണ കന്യകയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ദോഷങ്ങളൊന്നും ബാധിക്കില്ല എന്ന് പരാശരൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. കാരണം ആ മുഹൂർത്തത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ അത് ലോകോപകാരപ്രദനാവും എന്ന് കണ്ടിട്ടാണ് പരാശരൻ സത്യവതിയിൽ ഈ വ്യാസജനനം ഉണ്ടായത്. അല്ലാണ്ട് തനിക്ക് വികാരക്ഷോഭം കൊണ്ടല്ല എന്നാണ്. അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. പക്ഷെ ആ മുഹൂർത്തം നഷ്ടപ്പെടുത്തിയാൽ അതുപോലൊരു മുഹൂർത്തം ഇനി എപ്പോഴാണ് കിട്ടുക എന്ന് പറയാൻ വയ്യ. അതേപോലെ ആയിത്തീരും ചെയ്തു. വ്യാസനെ കൊണ്ട് ഒരു ഉപദ്രവവും ലോകത്തിനുണ്ടായില്ല എന്നല്ല, ലോകോപകാരപ്രദനായിട്ടും സർവ്വക്കാരാൽ ബഹുമാനിക്കപ്പെടുന്ന ഇന്നും വ്യാസപൂർണിമ പോലും നമ്മൾ കൊണ്ടാടുന്നു. അങ്ങനത്തെ ഒരു പുത്രനാണ് ഉണ്ടാവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യവതിയിൽ വ്യാസൻ ജനിപ്പിച്ചതും. വ്യാസനൊക്കെ ഈശ്വര സങ്കല്പമാണ് എന്നാണ് പറയണത്. എന്തായാലും അതിന് ശേഷം സ്വയംവരത്തിൽ അംബാലിക മുതലായിട്ട് 2 ആളുകളെയും ഭീഷ്മരെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ ചിത്രാംഗതനും വിചിത്രവീര്യനും വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അവർ സാൽവനെ മുമ്പ് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് കാരണം അംബയെ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ സാൽവൻ എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സാ എന്നെ വിട്ടുപോയതും വേറൊരാൾ കൈ പിടിച്ചതും കൊണ്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അംബ തപസ്വിനിയായിട്ട് പോയി എന്നാണ്. തുടർന്ന് അംബികയിൽ ധൃതരാഷ്ട്രർ ഉണ്ടായി. ആ ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. സൗബലി എന്ന് പറഞ്ഞിട്ടൊരു പത്നി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു.
അതുപോലെ പാണ്ഡുവിന് അംബാലികയിൽ ഉണ്ടായതാണ് കുന്തി ദേവി. അതുപോലെ പാണ്ഡു എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ആ പാണ്ഡു ബാലിയുടെ പുത്രൻ വളറിയ സമയത്ത്. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഈ പുത്രന്മാരുണ്ടാവും വ്യാസനിൽ നിന്നാണ് ഉണ്ടായത്. ശരിക്കും വെച്ചാൽ ഒരു സഹോദരനാണ് വ്യാസൻ എന്ന് പറയാം. ആ വ്യാസനിൽ നിന്ന് വംശം അന്യം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധാരിയുടെ നിർദ്ദേശപ്രകാരം അംബികയിൽ ഉണ്ടായതുകൊണ്ട് വ്യാസൻ താപസനും വളരെയധികം വികൃതമായിട്ടുള്ള രൂപമൊക്കെയാണ്. അതുകൊണ്ട് കണ്ണടച്ചു ഗാന്ധാരി. അതുകൊണ്ടാണ് കണ്ണിൽ കാണാത്ത ധൃതരാഷ്ട്രർ ഉണ്ടായത്. അപ്പം അതേപോലെ തന്നെ വ്യാസന് അംബാലിക ഈ വ്യാസനെ കണ്ടപ്പോൾ വളറി എന്നാണ്. ആ വളറിയതുകൊണ്ടാണ് പാണ്ഡു ഉണ്ടായത്. അങ്ങനെ രണ്ടു കൂട്ടരാണ് വിചിത്രവീര്യൻ്റെയും ഒക്കെ ഉണ്ടാവും. അടുത്ത വിചിത്രവീര്യൻ മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പാണ്ഡുവിന് കുന്തി മാദ്രി എന്നും പറഞ്ഞിട്ട് 2 പത്നിമാർ ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രക്ക് ഗാന്ധാരി സൗബലി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗാന്ധാരിയെ തന്നെ സൗബലിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഭാഗവതത്തിൽ. വ്യാഖ്യാതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ സൗബലി എന്ന് ഈ ഗാന്ധാരിക്ക് പര്യായമായിട്ടും പറഞ്ഞിരിക്കണം. ഇനി വ്യാഖ്യാനം തെറ്റിയതാണോ നിശ്ചയില്ല. 2 പത്നിമാരാണ് ഈ സൗബലി വേറെ എന്നാണ് പറയണത്. ഗാന്ധാരിയുടെ പര്യായമായിട്ടും സൗബലി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ചോദിച്ചപ്പോൾ മുഴുവൻ നമുക്ക് പറയാൻ അറിയില്ല. എന്തായാലും കുന്തി മാദ്രി എന്ന് പറഞ്ഞിട്ട് 2 പത്നിമാരാണ് പാണ്ഡുവിന് ഉണ്ടായിരുന്നത്. അതിൽ കുന്തിയിൽ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. പണ്ട് ദുർവാസാവ് വരം കൊടുത്തതാണ്, ഒരു അപകടമായിട്ടുള്ള വര കൊടുത്തത്. എന്താ വെച്ചാൽ തപസ് ചെയ്ത് സൂര്യദേവനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ സൂര്യനെ വെറുതെ അതിന് മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു ദുർവാസാവ്. ഈ മന്ത്രം കൊണ്ട് നമുക്ക് ഏത് ദേവനെ വേണച്ചാലും അടുത്തേക്ക് കൊണ്ടുവരാൻ പ്രത്യക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. സൂര്യനെ ജപിച്ചപ്പോൾ സൂര്യനാട് വന്നു. എന്താ വരം വേണ്ട? പക്ഷേ എനിക്ക് വരമൊന്നും വേണ്ട, ഞാൻ വെറുതെ മന്ത്രം പരീക്ഷിച്ചാണ് പറഞ്ഞു. അയ്യോ, അങ്ങനെ മന്ത്രം പരീക്ഷിക്കാൻ പറ്റില്ല, ഞാൻ വന്നാൽ വെറുതെ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് കുന്തി ദേവി ഗർഭിണിയായിട്ടാണ് കർണൻ ഉണ്ടാവുന്നത്. ലോകാപവാദം ഭയന്ന് പെട്ടിയിലൊഴുക്കിയ കഥയും പ്രസിദ്ധം തന്നെയാണ്. അതുപോലെ ആണ് ഭീമന് ഉണ്ടായത് വായുവിൽ നിന്നാണ്. ധർമ്മൻ്റെ പുത്രനായിട്ടാണ് ധർമ്മപുത്രൻ ഉണ്ടായത്. ഇന്ദ്രൻ്റെ പുത്രനായിട്ട് അർജുനനും ഉണ്ടായി. അതേപോലെ തന്നെ മാദ്രിയിലാണ് നകുല സഹദേവന്മാരുണ്ടായത്. മാദ്രിയുടെ മക്കളാണ് നകുല സഹദേവന്മാർ. അശ്വിനി ദേവകളിൽ നിന്നാണ് ഉണ്ടായത്. അത് കുന്തി മാദ്രിക്ക് പറഞ്ഞു കൊടുത്തു ഈ മന്ത്രം. അങ്ങനെ അശ്വിനി ദേവതകളെ നിന്ന് മാദ്രിക്ക് ഉണ്ടായതാണ് നകുല സഹദേവന്മാർ. ഇങ്ങനെയാണ് പാണ്ഡവവംശം എന്നും പറഞ്ഞ് അതിലത്തെ പരീക്ഷത്തിനെയാണ് ഭഗവാൻ ഇവിടെ ഉത്തരയുടെ ഗർഭത്തിൽ രക്ഷിച്ചത്. അതായത് സുദർശന ചക്രം ചെറുതായിട്ട് ധരിച്ചൊരു പെരുവിരലിൻ്റെ വലിപ്പം കൊണ്ട് ഭഗവാൻ രക്ഷിച്ചു. അത് അങ്ങേക്ക് അറിയാമല്ലോ പരീക്ഷിത്തേ, അങ്ങയുടെ കഥ അങ്ങേക്ക് ഞാൻ വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സുഖമഹർഷി പറയണം. എന്നിട്ടോ ഈ പരീക്ഷത്തിൻ്റെ ജനമേജയൻ പരീക്ഷത്തിനെ സർപ്പം കടിച്ച് മരിച്ചത് കാരണം സർപ്പസത്രം നടത്തി എന്നുള്ള കഥയും അതിൽ പറയണു. ആസ്തികൻ്റെ ഉപദേശപ്രകാരം അത് നിർത്തി. പാമ്പുകൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും പ്രകാരം അഗ്നിയിൽ ആവാഹിക്കുന്നത് ശരിയല്ല എന്നും തൻ്റെ ഒരു അച്ഛനെ പാമ്പ് കടിച്ചു വെച്ച് പാമ്പ് വർഗ്ഗങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ എന്തധികാരമാണ് ഉള്ളത്? ഇത് പറഞ്ഞ് നിർത്തിയപ്പോൾ ആസ്തികായ നമ്മ എന്ന് പറയുന്നവർക്ക് വിഷഭയമോ പാമ്പിൽ നിന്ന് ഭയമോ ഉണ്ടാവില്ല. ഈ പാണ്ഡവന്മാർക്ക് ഓരോരോ പുത്രന്മാർ വേറെയുണ്ട് എന്നാണ് പറയണത്. ഇന്ദ്രൻ്റെ പുത്രനായിട്ട് അർജുനൻ ഉണ്ടായത് മാത്രമല്ല അർജുനനുള്ളൂ. സുഭദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു പത്നി ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഭഗവാന്റെ സഹോദരിയാണ്. ആ സുഭദ്രയിൽ മക്കളുണ്ടായിട്ടുണ്ട്. പ്രതിവിന്ധ്യൻ എന്ന് പറഞ്ഞിട്ട് ധർമ്മപുത്രന് ഒരു മകൻ ഉണ്ടായിരുന്നു. ശ്രുതസേനൻ എന്ന് പറഞ്ഞിട്ടൊരു മകൻ ഭീമൻ ഉണ്ടായിരുന്നു. ശതാനീകൻ എന്ന് പറഞ്ഞിട്ട് നകുലനൊരു പുത്രൻ ഉണ്ടായിരുന്നു. ശുതകർമാവ് എന്ന് പറഞ്ഞിട്ടൊരു പുത്രനും ഉണ്ടായിരുന്നു. ഭീമന് ഘടോൽക്കജൻ മൃഗസേനൻ എന്ന് പറഞ്ഞിട്ടുള്ള മക്കളുണ്ടായിരുന്നു. അതൊന്നും പാഞ്ചാലിയിലുണ്ടായതല്ല. അങ്ങനെ എല്ലാ രാജാക്കന്മാർക്കും പണ്ട് ഒന്നിലധികം പത്നിമാരുണ്ടായിരുന്നു. ഏകപത്നി വ്രതം അനുഷ്ഠിച്ചിട്ടുള്ള ഒരൊറ്റ ആൾ രാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത്ര അക്കാലത്തൊക്കെ ബഹുപത്നിമാരെ സ്വീകരിച്ചിട്ടുള്ളതായ ആളുകളാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇങ്ങനെ പിന്നെയും വിദർഭരാജ്യത്തെ വർണ്ണിച്ച് യദുവംശത്തെ വർണ്ണിച്ചു. ഭഗവാന്റെ അവതാരത്തിലേക്ക് ഘടിപ്പിക്കാനാണ് യദുവംശത്തെ വർണ്ണിച്ചത്. അതിലൊരുപടി കഥ, കംസൻ്റെ കഥ, ക്രൂരൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് അനവധി കഥകളൊക്കെ പറയണു. ഈ ഭഗവാന്റെ അച്ഛനായിരിക്കുന്ന വസുദേവർ ജനിച്ച സമയത്ത്
ഭഗവാന്റെ അച്ഛനാവാനുള്ള യോഗം ഉണ്ടല്ലോ, വളരെ നല്ലൊരു ജനനാണ്. വസുദേവൻ ജനിച്ചിട്ട് വേണ്ടേ ഭഗവാൻ ജനിക്കാൻ? അപ്പോൾ ദേവന്മാർ ദുന്ദുബി വാദ്യങ്ങൾ മുഴക്കി ഇത്രേ. ഈ വസുദേവരിൽ കൂടെ ഒരു മഹാവതാരം ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ ദുന്ദുബി വാദ്യം ദേവന്മാർ മുഴക്കിക്കൊണ്ട് ഒരു പേരുണ്ട്, ആനകദുന്ദുബി എന്നൊരു പേര് ഈ വസുദേവർക്ക്. ആനകദുന്ദുബി എന്ന് പറഞ്ഞാൽ ദേവന്മാർ വാദ്യഘോഷം ജനന സമയത്ത് മുഴക്കിയവൻ എന്നുള്ള അർത്ഥമാണ് വരിക. ആനകദുന്ദുബി എന്ന് പറയാനുള്ള കാരണം അതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു പേര് ഇടാൻ വഴിയുണ്ടോ? അപ്പം എന്തായാലും ആ ഭഗവാനാണ്, ആ വസുദേവർക്കാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പത്നി അച്ഛനാവാനുള്ള യോഗം ഉണ്ടായത്. പിന്നെ ഈ കംസൻ ശൂരസേനയിൽ നിന്നുണ്ടായി. ശൗരി എന്നൊക്കെ പറയാനുള്ള കാരണം ശൂരസേനൻ്റെ പുത്രൻ ആ വംശത്തിൽ ജനിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഭഗവാൻ ശൗരി. അപ്പോൾ ഈ കംസൻ്റെ സഹോദരിമാരെ വസുദേവരുടെ സഹോദരിമാരെയൊക്കെ കംസൻ വിവാഹം കഴിച്ചു. അനവധി സഹോദരിമാരുണ്ട്, ഒരു സഹോദരിയൊന്നുമല്ല ഉള്ളൂ. അവരുടെ പേരാണ് ശാന്തിദേവ, ഉപദേവ, ശ്രീദേവ, ദേവരക്ഷിത, സഹദേവ, ദേവകി എന്നും പറഞ്ഞിട്ട് കംസ സഹോദരിമാരെ വസുദേവർ വിവാഹം കഴിച്ചു എന്ന് പറയാണ്. ദേവകിയെ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ ഈ അവതാരകഥയായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയല്ല, ശാന്തിദേവോപദേവാച ശ്രീദേവ ദേവരക്ഷിത സഹദേവ ദേവകീച്ച വസുദേവ ഉവാഹത. ഇവരെയൊക്കെ വസുദേവർ വിവാഹം കഴിച്ചു. ശാന്തിദേവ, ഉപദേവ, ശ്രീദേവ, ദേവരക്ഷിത. ഈ പ്രാസം ഒപ്പിച്ചിട്ടൊക്കെ ഈ പേരിടൽ പണ്ടുണ്ട് മക്കൾക്ക്. പ്രഹ്ലാദൻ, അനുക്ലാദൻ, ക്ലാദൻ, തംക്ലാദൻ. ഇപ്പം അല്ലേ നമ്മൾ പേരിടും ശ്രീകുട്ടൻ, ശ്രീകുട്ടി, ഇല്ലേ, ശ്രീശാന്ത്, ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ ചേർത്തിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ശ്രീ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പേരിടുന്നവരുണ്ട്. അവർ പണ്ടത്തെയും തമ്മിലൊരു ഫാഷനാണ്, ഇന്നത്തെയും ഫാഷനാണ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രീദേവ, സഹദേവ, രക്ഷിത, വസുദേവ ഉവാഹത. കംസ സഹോദരിമാരെ മുഴുവൻ ശാന്തിദേവോപദേവാച ശ്രീദേവ ദേവരക്ഷിത സഹദേവ ദേവകീജ വസുദേവ ഉവാഹദത്ത വസുദേവ ഉവാഹ. അവരെല്ലാം വസുദേവരെ വിവാഹം കഴിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ കഴിയുന്നതായിട്ട് നമ്മിത്ത് വേറെ ഒരു സെറ്റ് പത്നിമാർ വസുദേവർക്കുണ്ടായിരുന്നു. ഒരു കംസ സഹോദരിമാരല്ല, കംസദേവക സഹോദരിമാരല്ലാത്ത പത്നിമാർ പണ്ട് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. എന്തിനാ ചോദിച്ചാൽ ശരിക്കും പറയാച്ച ഒരു കണക്കിന് ആവശ്യമുണ്ട്. കാരണം സ്ത്രീകളാണ് എപ്പോഴും കൂടുക. സ്ത്രീകളെ കിട്ടാൻ തന്നെ ഇല്ല എന്നാണ് അല്ലേ വിവാഹത്തിന് അന്വേഷിച്ച് നോക്കിയാൽ. ഇപ്പം സെൻസസ് പ്രകാരം സ്ത്രീകൾ അധികമാണ്, അതുകൊണ്ടാണ് ഈ ബസ്സിൽ സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്യണത് എന്നാണ് ചിലർ വാദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സീറ്റ് സംവരണം? അല്ല, ശരിയൊരു ന്യായമുണ്ട്. കാരണം എണ്ണത്തിൽ അവരാണ് കൂടുക. എണ്ണത്തിൽ അവർ കൂടുമ്പോൾ അവർക്ക് റിസർവേഷൻ വേണം, പുരുഷന്മാർക്ക് വേണ്ട എന്ന് വെച്ചതാണ്. ഏത് കാലത്തും സ്ത്രീകളാണല്ലേ, സത്സംഗത്തിന് സ്ത്രീകളെ ഉണ്ടാവുന്നുള്ളൂ. 2-3 ആണുങ്ങൾ ഉണ്ടായി പല സദസ്സിലും അങ്ങനെയാണ് കണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ മാത്രമേ ഒരു പുരുഷന് പാടൂ എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും അനാഥരാവും. പല സ്ത്രീകൾക്കും രക്ഷിതാക്കളോ ഭർത്താവോ ഇല്ലാതെ അവസ്ഥ വരും. അപ്പം അതിന് വേണ്ടിയിട്ട് അത് അലൗഡായിരുന്നു, നിയമപ്രകാരം തന്നെ അനുവദനീയമായിരുന്നു പണ്ട്, തെറ്റല്ല. അപ്പോൾ വസുദേവരുടെ കംസൻ്റെ സഹോദരിമാരല്ലാത്തവരാണ് ആര്? പൗരവി, രോഹിണി, ഭദ്ര, മതിര, രോചന, ഇള. നേരത്തെ പറഞ്ഞു ശാന്തിദേവോപദേവാച ശ്രീദേവ ദേവരക്ഷിത കംസ സഹോദരിമാർ. ഇതല്ലാത്ത പത്നിമാരാണ് പൗരവി, രോഹിണി, ഭദ്ര, മതിര, രോചന, ഇള. ഇങ്ങനെ ഒരു സെറ്റ് പത്നിമാരും വസുദേവർക്കുണ്ടായിരുന്നു. ഈ 2 സെറ്റുകളിൽ ആദ്യത്തെ സെറ്റിലാണ് ദേവകിയെ പറഞ്ഞത്. ആ ദേവകിയുടെ പുത്രനായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ പൂർണ്ണാവതാരമായിട്ടും രോഹിണിയിൽ 2ാമത്തെ സെറ്റിൽ ബലരാമനായിട്ടും അവതരിച്ചു എന്ന് പറഞ്ഞു വെച്ചു. ശ്രീകൃഷ്ണാവതാരത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഈ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനെ ഒന്നങ്ങനെ സൂചിപ്പിച്ചു. എവിടെയൊക്കെ അധർമ്മം വർദ്ധിക്കുന്നുവോ, എവിടെയൊക്കെ ധർമ്മക്ഷയം ഉണ്ടാവുന്നുവോ അവിടെ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യഥേകധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാത്മന, പാപാത്മാക്കളുടെ വർധനവ്, അധർമ്മം ഇതൊക്കെ ഉണ്ടാവുന്നു. അവിടെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ എന്തെങ്കിലും ഒരു അവതാരം കൈക്കൊണ്ട് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അസാധുയുഗത്തിൽ അതിനായിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ആ കൃഷ്ണകഥ കേൾക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? കലോ ജനിഷ്യമാണാനാം ദുഃഖശോകതമോനുദം
പൊതുവേ കലി ദുഃഖം ശോകം ഇതൊക്കെ ഉണ്ടാക്കി തീർക്കും. അതിൻ്റെ ആശാന അത്രേ കലി. ദുഃഖം ഉണ്ടാവും, ശോകം ഉണ്ടാവും. പക്ഷേ എവിടെ ഭഗവാന്റെ കഥ ചെവി കൊണ്ട് ഭക്തിയോടും ബഹുമാനത്തോടും കൂടി പറയപ്പെടുന്നുവോ കേൾക്കുന്നുവോ അവിടെ കലി ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കലിക്ക് അവിടെ പ്രവേശനമില്ല അത്ര. കലോജനിഷ്യമാണാനാം, കലിയുഗത്തിൽ ജനിക്കുന്നതായിട്ടുള്ള അവർ അനുഗ്രഹായ ഭക്താനാം സ്വപുണ്യോൻ വ്യതനം യശാം യസ്മിൻ സൽകർണ പീയൂഷേ യശത്തീർത്തവരേ സഹൃ. ഏതൊരാളുടെ ചെവിയിലാണ് ശ്രോത്രാഞ്ജലി രൂപസ്പൃശ്യ, ശ്രോത്രാഞ്ജലി ആ ചെവിയിൽ കേൾക്കുന്നത്, അവർ എല്ലാവിധ ദുഃഖത്തെയും കർമ്മവാസനകളെയും ഇല്ലാണ്ടാക്കും. കർമ്മം ചെയ്യാണ്ടിരിക്കണം എന്നല്ല, അതിലുള്ള ആസക്തി ഉണ്ടാവില്ല. കർമ്മം ചെയ്യാണ്ട് ആർക്കും ഇരിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിലുള്ള ആസക്തി ഇല്ലാതെ ചെയ്യണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതില്ലാണ്ടേക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് എന്ത്? ഈ പറയുന്നതായിട്ടുള്ള വസുദേവപുത്രനായിട്ടുള്ള ഭഗവാന്റെ കഥ കേൾക്കുന്നത് എന്നും പറയുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങൾ ധരിച്ച് ഗോപത്രീകൾക്ക് കണ്ണിന് അനന്തമായിരിക്കുന്ന, കണ്ണിന് കർപ്പൂരമായി ഭവിച്ച ആ ഭഗവാന്റെ കഥ വളരെ ചുരുക്കിയൊരു ശ്ലോകത്തിൽ കണ്ട് പറഞ്ഞപ്പോൾ വിത്തരിച്ചിട്ട് പരീക്ഷിച്ച് പറഞ്ഞു, എനിക്കതിങ്ങനെ ഒന്നും കേട്ടാൽ പോരാ, ചോദിച്ച ചോദ്യങ്ങളും കുറച്ച് ചോദിച്ചു, ചോദിച്ചതും ചോദിക്കാത്തതുമായ കൃഷ്ണനെ സംബന്ധിക്കുന്ന എല്ലാതും കേൾക്കണം ചുഗമേഷേ, കേട്ടാലും കേട്ടാലും മതി വരാത്തതായിരിക്കുന്ന കൃഷ്ണകഥ കേൾപ്പിക്കാൻ കാരുണ്യം ഉണ്ടാവണേന്ന് അങ്ങോട്ട് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ഇവിടെയാണ് ദശമസ്കന്ധം തുടങ്ങുന്നത്. നിരോധം, മനസ്സ് വിഷയത്തിലേക്ക് പോകുന്നത് തടയുക. എളുപ്പമൊന്നുമല്ലാതെ, പക്ഷേ ഇതുകൊണ്ട് സാധിക്കും. അതാണ് ശ്രോത്രാഞ്ജലി രൂപസ്പൃശ്യതുനിതേ കർമ്മവാസന. കർമ്മത്തിലുള്ളതായിരിക്കുന്ന ആസക്തി കളയണച്ചാൽ ഒറ്റ മാർഗ്ഗമാണ്, എളുപ്പമായത് ഭഗവാന്റെ കഥ കേൾക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് അതിലാണ്ട് വരും, വിഷയങ്ങളിൽ നിന്ന് തന്നെ വേറെയാവുമെന്നും പറഞ്ഞ് നവമസ്കന്ധ പര്യന്തമുള്ള കഥ ഇവിടെയുണ്ട് അവസാനിക്കുകയാണ്. ദശമസ്കന്ധം 90 അധ്യായം. എല്ലാം പറയണം. ഞാൻ ചോദിച്ചതും പറയണം, ചോദിക്കാത്തതും പറയണം. ബാക്കിയൊക്കെ ചോദിച്ചതിനേ പറയുള്ളൂ. അതാ ചെറിയ കഥകളായത്. ഇത് ചോദിക്കാത്തതും പറയണം. ഒക്കെ ചോദിച്ചിട്ട് എന്തിനാ നേരം കളയണം, ഉത്തരം മതി, ചോദ്യം നിർബന്ധമല്ല എന്നായി പരീക്ഷിച്ചത്. അതുകൊണ്ടാണ് അത്ര 90 അധ്യായം. ഏറ്റവും വലിയ സ്കന്ധം ദശമസ്കന്ധം, 10ാമത്തെ സ്കന്ധമാണ്. ബാക്കിയൊക്കെ 33 വരെ ഉള്ളൂ. അതിലപ്പുറം അധ്യായങ്ങൾ ഒരു സ്കന്ധത്തിലും ഇല്ല. ഏറ്റവും വലുത് 33, ഏറ്റവും ചെറുത് 10. ദ്വിതീയ സ്കന്ധമാണ് ഏറ്റവും ചെറുത്. അതൊന്നുമല്ല, അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. 13 വിട്ടാൽ പിന്നെ 90 എന്ന് പറഞ്ഞാൽ എത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു 35 40 ആയാൽ പോരെ. അങ്ങനെയാണെങ്കിലും സമ്മതിക്കാൻ വരുന്നത്. എങ്ങനെ ഈ 90 അധ്യായം ഇതിൽ വന്നതെന്ന് ചോദിച്ചാൽ, കൃഷ്ണൻ്റെ കഥ ആയത് എങ്ങനെ പറഞ്ഞാലാ മതിയാവുക, എങ്ങനെ പറഞ്ഞാൽ അവസാനിക്കുക? 1000 നാവുള്ള അനന്തനെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ ഭഗവാന്റെ കഥ വിസ്തരിച്ചിട്ട് ദശമസ്കന്ധത്തിൽ പ്രതിപാദിക്കുകയാണ്. അടുത്ത ഭാഗം കൃഷ്ണാവതാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.